ഇന്ന് മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആക്കേണ്ട ഒരു വീഡിയോ ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. അത് കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു പെൻഡ്രൈവിൻ്റെ അകത്ത് ഒരു വിൻഡോസ് 10 ഒരു പെൻഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ ഈ വിൻഡോസ് 10 ഈ പെൻഡ്രൈവിലേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. ആ വീഡിയോൻ്റെ അകത്ത് ഒരു പെൻഡ്രൈവിൽ വിൻഡോസ് 10 ഡൗൺലോഡാക്കി കഴിഞ്ഞ് അത് പെൻഡ്രൈവിലേക്ക് ആക്കുന്ന വിധം ഒക്കെ ഞാൻ കഴിഞ്ഞ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും ഫസ്റ്റ് കാണുക. രണ്ടാമത് ഈ വീഡിയോ നിങ്ങൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആക്കുന്ന വിധം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഫസ്റ്റ് എന്ത് ചെയ്യാറുണ്ടെങ്കിൽ നമ്മൾ ഈ വിൻഡോസ് 10 പെൻഡ്രൈവ് ഇതിൻ്റെ അകത്ത് നമ്മൾ USB പോർട്ടിൽ കണക്ട് ചെയ്യാം. USB പോർട്ടിൽ കണക്ട് ചെയ്ത ശേഷം ഇതൊരു വിൻഡോസ് 10 ചെയ്യാനുള്ള ഒരു ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് HP ആണ്. അപ്പം HPൻ്റെ അകത്ത് നമ്മൾക്ക് ബൂട്ട് ഓപ്ഷൻ കിട്ടണം. അതായത് ഈ പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് കിട്ടണം. അതിന് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ HP ആയത് കാരണം നമ്മൾ കീബോർഡിൻ്റെ അകത്ത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുമ്പോൾ സമയത്ത് തന്നെ F9 എന്നൊരു കീ പ്രസ് ചെയ്യണം. ഇപ്പോൾ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യേണ്ട കീ F12 ആണ്. ലെനോവേ ഓൾമോസ്റ്റ് F12 ആണ്. അങ്ങനെ ഓരോ ലാപ്ടോപ്പിനും ഓരോ കീസ് ഉണ്ട്. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിനും HPൻ്റെ ഡെസ്ക്ടോപ്പിന് F9 ആണ്. അതേപോലെ തന്നെ ഏസറിൻ്റെ ഡെസ്ക്ടോപ്പിനെല്ലാം F12 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത ശേഷം ലാപ്ടോപ്പ് ഓൺ ചെയ്ത ശേഷം ഇവിടെ F9 പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കാം. F9 പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ഇങ്ങനെ ഓപ്ഷൻസ് വന്നു. ഇപ്പോൾ ഇത് OS ഉള്ള ലാപ്ടോപ്പ് കാരണമാണ് നമുക്കിപ്പം ഫസ്റ്റ് ഓപ്ഷൻ OS കാണിക്കുന്നുണ്ട്, രണ്ടാമത്തെ ഓപ്ഷൻ ഉബുണ്ടു കാണിക്കുന്നത്, മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ പെൻഡ്രൈവ്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ആ പെൻഡ്രൈവ് ഈ കീ വെച്ചിട്ട് നമുക്ക് താഴേക്ക് ആക്കാം. അപ്പോൾ പെൻഡ്രൈവിലേക്ക് സെലക്ട് ആയി. ഇനി നമ്മളിവിടെ എൻ്റർ അടിക്കാം. അപ്പം പെൻഡ്രൈവ് ഒന്ന് ബൂട്ട് ചെയ്തു. ഇപ്പോൾ വേണ്ട, ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിൻഡോസ് 10 ആണ്. അപ്പം നമ്മൾ വീണ്ടും താഴേക്ക് ആക്കിയിട്ട് വിൻഡോസ് 10 വെച്ചിട്ട് എൻ്റർ അടിക്കുന്നു. ഒന്നുകൂടി എൻ്റർ അടിക്കാം. അപ്പോൾ വിൻഡോസ് 10 ആ പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്യുന്നുണ്ട്. ബൂട്ട് ചെയ്ത് വന്നു. വിൻഡോസിൻ്റെ ഓപ്ഷൻസ് വന്നു. ഫസ്റ്റ് ഓപ്ഷനാണ് വിൻഡോസിൻ്റെ. ഇനി ഇവിടെ നമുക്ക് എന്താ പറഞ്ഞാൽ ലാംഗ്വേജ് നമുക്ക് അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, യുണൈറ്റഡ് ഇന്ത്യയാണ്. ടൈം അത് ഇംഗ്ലീഷാണ്. ഇന്ത്യ എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ കീബോർഡിൻ്റെ അകത്ത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴേക്ക് ഈ മൗസിൻ്റെ ഇത് വെച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഇന്ത്യ കൊടുക്കാം. ഇത് കീബോർഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇംഗ്ലീഷ് ഇന്ത്യ ഇവിടെ കൊടുക്കാം. ഇംഗ്ലീഷിന് ഇത് ടൈം ഫോർ ഇതാണെന്ന് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് ഇന്ത്യ കൊടുക്കാം. എൻ്റർ അടിക്കാം. താഴത്തെ ഒന്നും മാറ്റണ്ട, ഒന്നുകൂടി എൻ്റർ അടിക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഇനിയുടെ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം. ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചൊരു ഇത് കാണിക്കും. അതിനുശേഷം ഇങ്ങനെ വരും. ഇത് നമ്മൾ ഒറിജിനൽ വിൻഡോസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. ഒറിജിനൽ വിൻഡോസിൽ ഇങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. നമ്മളെ പെൻഡ്രൈവ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ മദർ ബോർഡിൻ്റെ അകത്താണ് ഒറിജിനൽ വിൻഡോസിൻ്റെ കീ സേവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് പഴയ ലാപ്ടോപ്പ് കാരണം ഇതിൻ്റെ അകത്ത് ഒറിജിനൽ വിൻഡോസ് വരാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കുന്നത്. ഇത് ആക്ടിവേഷൻ, അതായത് നമ്മളെ വിൻഡോസ് 10 ആക്ടിവേഷൻ്റെ കീ കൊടുക്കേണ്ട ഓപ്ഷനാണ്. അത് കൊടുക്കാനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആക്ടിവേഷൻ കീ ഇല്ല, നമ്മളിപ്പോൾ ട്രയൽ വേർഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആക്ടിവേഷൻ കീ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിവിടെ ഐ ഡു നോട്ട് ഹാവ് എ പ്രൊഡക്റ്റ് കീ എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് വിൻഡോസിൻ്റെ കുറേ വേർഷനാണ് ഇവിടെ ചോദിക്കുന്നത്. വിൻഡോസിൻ്റെ കുറേ വേർഷൻ ഉണ്ട്. ഹോം ഉണ്ട്,
ഹോം എൻ ഉണ്ട്, ഹോം സിംഗിൾ ലാംഗ്വേജ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, പ്രൊഫഷണൽ ഇതുണ്ട്. അങ്ങനെ കുറേ വേർഷൻ ഉണ്ട്. നമുക്ക് ഏത് വേർഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കുക ചെയ്യാം. അതിൻ്റെ ഫീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട്. ഇപ്പം നമുക്ക് ഇത് കൊടുക്കാം, ഹോം കൊടുത്തിട്ട് നമുക്ക് എൻ്റർ അടിക്കാം. അപ്പോൾ അത് സെലക്ട് ആയി വരും. ഇനി അടുത്തത് പോകുന്നത് ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന്, ഐ അഗ്രി നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അക്സെപ്റ്റ് എന്ന് കൊടുക്കാം. നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പം നമുക്ക് ഓൾറെഡി ഇല്ല കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മതി. നമുക്ക് ഇത് ഫോർമാറ്റ് ചെയ്യേണ്ടതാണ്, ഫുൾ കളഞ്ഞിട്ട് വീണ്ടും ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കെന്താ പറഞ്ഞാൽ കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ വിൻഡോസ് ഓൺലി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെയാണ് നമ്മളെ പാർട്ടീഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മളെ സിസ്റ്റത്തിൻ്റെ പാർട്ടീഷൻ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഈ പാർട്ടീഷൻ, അതായത് ലാപ്ടോപ്പ് ഫുൾ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ വിൻഡോസ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഡാറ്റ ഉള്ള ലാപ്ടോപ്പ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട്. ഡാറ്റ ഇല്ലാത്ത ലാപ്ടോപ്പിൻ്റെ ഇതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. ലാപ്ടോപ്പ് ആണെങ്കിൽ, ഡാറ്റ ഇല്ല ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബാക്കപ്പ് എടുത്തതിന് ശേഷമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഫുൾ ഡാറ്റ നിങ്ങളെ നിന്ന് നഷ്ടപ്പെടും. അപ്പം നമ്മൾ ഒരിക്കലും ഫുൾ ഡാറ്റയുള്ള ലാപ്ടോപ്പിനെ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. ഇതിപ്പം ഡാറ്റയൊന്നും ഇല്ലാത്ത ലാപ്ടോപ്പിലാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുൾ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, ഫുൾ ഡിലീറ്റ് ചെയ്യാം പാർട്ടീഷനെല്ലാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതൊരു സിസ്റ്റത്തിൻ്റെ ഫയലാണ്, അത് ഡിലീറ്റ് ചെയ്യാം. എൻ്റെ ഓക്കെ കൊടുക്കാം. വീണ്ടും അടുത്തത് ക്ലിക്ക് ചെയ്യാം. എൻ്റെ വീണ്ടും ഡിലീറ്റ് കൊടുക്കാം. ഇവിടെ ഓക്കെ കൊടുക്കാം. വീണ്ടും ഇതും കൂടി ക്ലിക്ക് ചെയ്യാം. ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ 100 GB ക്ലിക്ക് ചെയ്യാം. ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഈ 170 ഇതും ചെയ്യാം. ഡിലീറ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ലാസ്റ്റ് റിക്കവറി പാർട്ടീഷനാണ്, അതും കൂടി നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ പാർട്ടീഷൻ മൊത്തത്തിൽ ഡിലീറ്റ് ആയി. ഇതൊരു 500 GB ഹാർഡ് ഡിസ്ക് ആണ്. അപ്പം നമുക്ക് ഇത് കാണിക്കൽ ഇത്രേ കാണിക്കുള്ളൂ. 500 GB ഹാർഡ് ഡിസ്ക് ആണെങ്കിലും നമുക്ക് ഇത്രേ കാണിക്കുള്ളൂ. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞെങ്കിൽ നമ്മൾ സി ഡ്രൈവിൻ്റെ അകത്ത്, അതായത് നമുക്ക് സി ഡ്രൈവിൻ്റെ അകത്താണ് വിൻഡോസ് വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് സബായിട്ടുള്ള 2-3 നമ്മളെ പാർട്ടീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി പറഞ്ഞാൽ നമ്മൾ സി ഡ്രൈവിൻ്റെ അകത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ, അതായത് ഹയർ ഇതിലെ സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ, അതായത് ഓട്ടോകാഡ്, 3D Max, പിന്നെ റെവിറ്റ്, അങ്ങനെ ഹയർ ഇതിലെ സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടി പറഞ്ഞാൽ ചെറിയ GB കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇതൊരു 476 GB നമുക്ക് ഫ്രീ ഫേസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ന്യൂ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു നെറ്റ് യൂസ് മാത്രം ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ നമ്മളുടെ ഒരു 100 GB കൊടുത്താൽ മതി. നമ്മൾ കീബോർഡിൻ്റെ അകത്ത് ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 100 GB കൊടുക്കാം. ഇതിപ്പോൾ സാധാരണ അതായത് MS ഓഫീസ് നെറ്റ് യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഇത്ര കൊടുത്താൽ മതി. നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന സിസ്റ്റം, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഓട്ടോകാഡ്, 3D Max, ബാക്കി ഹയർ ആയിട്ട് സിസ്റ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയൽസ്, അതായത് പ്രോഗ്രാം ഫയൽസ് എല്ലാം വരുന്നത് സി ഡ്രൈവിൽ ആയത് കാരണം നമുക്ക് കൂടുതൽ സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ സി ഡ്രൈവിന് നമുക്ക് കൂടുതൽ സ്പേസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ബാക്കിയെല്ലാ സോഫ്റ്റ്വെയർസും ചെറിയ ഫയൽസ് മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്കൊരു 1000 GB 100 GB കൊടുത്തു കഴിഞ്ഞെങ്കിൽ തന്നെ അത് ഇൻക്ലൂഡ് ആയിക്കോളും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ മറ്റേതാകുമ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് വലിയ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം സി ഡ്രൈവിൽ പോയി കിടക്കുകയും ബാക്കി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഒരു പകുതിയോളം ഫ്രീ ഫേസ് ആയിട്ട് വേണം. അതായത് സി ഡ്രൈവ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ കൂടാതെ പകുതിയോളം ഫ്രീ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ മാത്രമേ
നമുക്ക് സോഫ്റ്റ്വെയർസ് എല്ലാം നല്ല സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്തു ഫുൾ സോഫ്റ്റ്വെയർ നമുക്ക് സി ഡ്രൈവിൽ മൊത്തം ചെയ്തു, സ്പേസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ സിസ്റ്റം ഓൾറെഡി സ്റ്റക്കാവും, അങ്ങനത്തെ എന്തൊക്കെ ഇഷ്യൂ വരും, സ്ലോ ആവും, സ്റ്റക്കാവും. അപ്പം നമ്മളെപ്പോൾ നോക്കേണ്ടത് പറഞ്ഞെങ്കിൽ നമ്മളെ ആവശ്യം അനുസരിച്ച് മാത്രമേ സി ഡ്രൈവിന് നമുക്ക് സ്പേസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വെറുതെ നല്ലോണം സ്പേസ് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യേണ്ട ബാക്കിയുള്ള ഡ്രൈവിലേക്ക് സ്പേസ് കുറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ സൂക്ഷിക്കാനുള്ള ഓപ്ഷൻ കുറയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പം നമുക്കൊന്ന് ഇത് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിത് സാധാരണ ഒരു കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്കിവിടെ 100 GB കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ അപ്ലൈ കൊടുക്കാം. 1 കൊടുക്കണം, ഒരു 0 കൊടുക്കണം. ഇനി ഇവിടെ അപ്ലൈ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് ആ ഡ്രൈവ് ക്രിയേറ്റ് കേട്ടോ. ബാക്കി നമുക്കുള്ളത് 379 GB ആണ്. അത് ഒറ്റൊരു പാർട്ടീഷനായിട്ട് വേണമെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഞാൻ ഒറ്റൊരു പാർട്ടീഷനാക്കി മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെ അപ്ലൈ കൊടുക്കാം. അപ്പോൾ അതും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതാണ് സി ഡ്രൈവ് ആയിട്ട് വരല്. അപ്പം നമ്മൾ എന്താ പറയൽ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കണം. നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് നെക്സ്റ്റ് കൊടുത്തെങ്കിൽ അതിൻ്റെത്തേക്കാണ് വിൻഡോസ് പോലും. അതെപ്പോഴും ശ്രദ്ധിക്കണം, ചില ആൾക്കാർ ശ്രദ്ധിക്കില്ല. ഇനി എന്താക്കാം, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് കോപ്പി ആവും, ഇൻസ്റ്റലേഷൻ നടക്കും. ഇതിന് കുറച്ച് സമയം വേണം. ഇതാ ഇൻസ്റ്റലേഷൻ ഇപ്പം ആകുന്നുണ്ട്, കുറച്ച് സമയം വേണം. ഇനി ഇത് 100% ആയി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവും. അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫീച്ചേഴ്സ്, അപ്ഡേറ്റ്, ഫിനിഷ് അപ്പ് പറഞ്ഞ് കാണിക്കും. ഞാൻ കാണിച്ചു തരാം. 1 ആയി, അങ്ങനെ 100 ആണോ, 100 ആയി കഴിഞ്ഞാൽ വിൻഡോസ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവും. 5 ആകുന്നുണ്ട്, 1 2 അങ്ങനെ പോയി ഏകദേശം 95 എത്തി. ഇനിയിപ്പം 6 ഇതെത്തി. ആയി, 100 ആയി. ഇത് കണ്ടോ, ബാക്കിയെല്ലാം ഇൻസ്റ്റലേഷൻ ഫീച്ചേഴ്സ്, ഇൻസ്റ്റലേഷൻ അപ്ഡേറ്റ്, ഗെയിൻ ഫിനിഷ് ദ അപ്ഡേറ്റ്. അപ്പോൾ ഇവിടെ താഴെ കണ്ടോ, ഇതിവിടെ കംപ്ലീറ്റ് ആവും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ആവും. ഇപ്പം നമ്മളോട് ചോദിക്കുന്നുണ്ട് റീസ്റ്റാർട്ട് ആക്കണോ ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് റീസ്റ്റാർട്ട് ആവും. ഇല്ല നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൗസിൻ്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് റീസ്റ്റാർട്ട് ആവും. ഇപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ടായി. ഇനിയിപ്പം നമ്മൾ വീണ്ടും F9 പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി വിൻഡോസിൻ്റെ ഫയൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് വന്ന് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അത് വിൻഡോസ് അതിൽ നിന്ന് മാത്രമേ ബൂട്ട് ചെയ്യില്ല, ഇല്ലെങ്കിൽ പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്യില്ല. നേരത്തെ ഒരു വിൻഡോസ് ഇല്ലാത്ത സിസ്റ്റം, അതായത് പുതിയ ലാപ്ടോപ്പ് ആണെങ്കിൽ ഓൾറെഡി അതിൻ്റെ അകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ പെൻഡ്രൈവിൻ്റെ അകത്ത് തന്നെ ബൂട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾറെഡി നേരത്തെ വിൻഡോസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് F9 അടിച്ച് അത് മാനുവലായിട്ട് നമ്മൾ പെൻഡ്രൈവ് കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം വന്നു. അപ്പം ഇതാ അത് അഗെയിൻ ഓപ്പൺ ആകുന്നുണ്ട്, വിൻഡോസ് ഓപ്പൺ ആകുന്നുണ്ട്. ഇത് നമ്മളെ സിസ്റ്റം SSD ഉണ്ട്. ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് SSD ഹാർഡ് ഡിസ്ക്കാണ്, അതുകൊണ്ട് കുറച്ച് സ്പീഡ് ഉണ്ട് ലാപ്ടോപ്പ്. ഇതിപ്പം അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഓരോ 1 by 1 ഗെറ്റ് ഇൻ ദ റെഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് 1 by ഓരോന്ന് ചെക്ക് ചെയ്യും. ഇത് കൂടി റീസ്റ്റാർട്ട് ആകുന്നുണ്ട്. ലാപ്ടോപ്പ് ഒന്നും കൂടി റീസ്റ്റാർട്ട് ആകുന്നുണ്ട്. റീസ്റ്റാർട്ടായിട്ട് വീണ്ടും ഓപ്പൺ ആവും. ഓപ്പൺ ആകുന്നുണ്ട്. HP എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. അതിങ്ങനെ കറങ്ങി 2 പ്രാവശ്യം കറങ്ങി മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് മൂവ്മെൻറ്റ്സ് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് കാണിച്ചതിന് ശേഷം അടുത്തൊരു ചെറിയൊരു
ബാക്കിയുള്ള സെറ്റിങ്സും കൂടി പോകാനുണ്ട്. അടുത്തൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. ഇപ്പം ലിറ്റിൽ ദ സൈനിങ് ഹിയർ ടച്ച്, ഇതിൻ്റെ ഓരോ ഫങ്ഷൻസിൻ്റെയും കാര്യങ്ങൾ കാണിക്കുന്നതാണ്. ഇപ്പം ഇപ്പോൾ കണ്ടോ, ഇവിടെയാണ് നമ്മൾ വീണ്ടും നേരത്തെ കൊടുത്തില്ലേ, അപ്പോൾ അത് ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് പോയി. ഇതല്ല കീബോർഡ് ലേഔട്ട് ഇംഗ്ലീഷ് ഇന്ത്യ കൊടുക്കാം. എൻ്റെ വീണ്ടും നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റെ ഇത് കീബോർഡിൻ്റെ ലേഔട്ട് ചോദിക്കുന്നത് അത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്തത് കാരണം അത് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വിൻഡോസ് ഒറിജിനലാണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ ഇത് സൈൻ ഇൻ ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ വിൻഡോസ് ട്രയൽ വെർഷനാണ്, അപ്പം നമ്മൾ അത് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് അതായത് നമ്മൾ ചെയ്യേണ്ടത് ഡു നോട്ട് ഹാവ് എ ഇൻ്റർനെറ്റ്, നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റ് കുറേ ഓപ്ഷൻസ് അപ്ഡേഷൻ്റെ എല്ലാം കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ നെറ്റ് കണക്ട് ചെയ്യാണ്ട് നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കണ്ടിന്യൂ വിത്ത് ലിമിറ്റിൽ സെറ്റപ്പ് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് ഇവിടെ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിപ്പം അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും കാര്യങ്ങളെല്ലാം ചോദിക്കും. ഒന്നും കൂടി റീസ്റ്റാർട്ടായി ഈ ലാപ്ടോപ്പ്. ഒന്നുകൂടി റീസ്റ്റാർട്ട് ആകുന്നുണ്ട് ലാപ്ടോപ്പ്. സ്റ്റാർട്ടായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. റീസ്റ്റാർട്ടായി ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ലാപ്ടോപ്പ്. വന്നതിന് ശേഷം ഇവിടെ ഒരു സെറ്റിങ്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾക്ക് യൂസർ നെയിം കൊടുക്കാം. ഇവിടെ PCൻ്റെ നെയിം നമുക്ക് യൂസർ നെയിം കൊടുക്കാം. ഇവിടെ നമുക്ക് യൂസറിന് കൊടുക്കാം. നെയിം യൂസറിന് ടൈപ്പ് ചെയ്യാം. ഇനി ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ക്രിയേറ്റ് സൂപ്പർ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് സ്കിപ്പായിട്ട് പോയിക്കോളും. നമ്മുടെ എൻ്റർ അടിക്കുന്നുണ്ട്, പാസ്വേഡ് കൊടുക്കുന്നില്ല സിസ്റ്റത്തിന്. ഇവിടെ സ്കിപ്പായിട്ട് പോകുന്നുണ്ട്. ഇനി ഇവിടെ ചോയ്സ് ദ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ചോയ്സ് ദ പ്രീവിയസ് സെറ്റിങ്സ് ഫോർ യുവർ ഡിവൈസ് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ കുറേ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അക്സെപ്റ്റ് നമുക്ക് കൊടുക്കാം. ഇവിടെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൗസിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി വീണ്ടും നമ്മൾക്ക് ഒന്നും കൂടി റീസ്റ്റാർട്ട് ആവും. ഹായ് എന്ന് കാണിക്കും. ഇതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം വിൻഡോസ് ഓപ്പൺ ആയിട്ട് വരുന്നത്രേ. നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഇപ്പം ഈ സന്ദർഭങ്ങളിലൊന്നും ലാപ്ടോപ്പ് പെട്ടെന്ന് ഓഫാകാനൊന്നും പാടില്ല. ഇത് ഇൻസ്റ്റലേഷൻ്റെ ടൈം ആയതുകൊണ്ട് ലാപ്ടോപ്പ് ഒരിക്കലും നമ്മൾ കഴിയുന്നതും ഇൻസ്റ്റലേഷൻ്റെ സമയത്ത് നമുക്ക് ചാർജർ ഉണ്ടെങ്കിൽ ചാർജർ കണക്ട് ചെയ്ത് മാത്രമേ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ കറക്റ്റ് UPS ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ കറക്റ്റ് UPSൻ്റെ കണക്ഷനിൽ ഉണ്ടാകുമെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഫയലിൽ കറക്റ്റായിട്ട് കോപ്പി ആവുള്ളൂ. കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഓഫായി കഴിഞ്ഞെങ്കിൽ ചില ഫയൽസ് കോപ്പി ആവുന്ന സമയത്ത് പെട്ടെന്ന് ഓഫ് ചെയ്ത് നമ്മൾ വീണ്ടും അതേ ഇതിൽ ചെയ്യേണ്ടി വരും. ഇത് ഈ ഡാറ്റയുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് വിൻഡോസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഡാറ്റ ഇല്ലാത്ത സിസ്റ്റത്തിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 2-3 പ്രാവശ്യം വേണമെങ്കിൽ വിൻഡോസ് ചെയ്യാം. ഡാറ്റ ഇല്ല സിസ്റ്റത്തിലാണെങ്കിൽ പെട്ടെന്ന് വിൻഡോസിൽ ആ പാർട്ടീഷനെ ഇത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഒരിക്കലും പാർട്ടീഷനിലെ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവാൻ പോകുന്നു. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇതാണ് വിൻഡോസിൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡെസ്ക്ടോപ്പിൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ്.
ഇത് കണ്ട നമുക്ക് 2 ഓപ്ഷൻസ് മാത്രമേ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുള്ളൂ. റീസൈക്കിൾ പിന്നും ഇൻ്റർനെറ്റിൻ്റെ എഡ്ജ് പറഞ്ഞൊരു ഓപ്ഷനും. അപ്പോൾ നമ്മൾ വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ മൗസ് ഇവിടെ വെച്ചിട്ട് ഡെസ്ക്ടോപ്പിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ കിട്ടണമെങ്കിൽ, അതായത് മൈ PC, മൈ ഡോക്യുമെൻറ്റ്സ് കിട്ടണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ മൗസ് വെച്ചിട്ട് റൈറ്റ് ബട്ടൺ അടിക്കുക. റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഇവിടേക്ക് ലെൻസ് എടുക്കുക, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് തീംസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കണ്ട ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ്, ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കുള്ള ഇവിടെ ഡെസ്ക്ടോപ്പിൽ കൊടുക്കേണ്ട ഐക്കൺസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടേ റീസൈക്കിൾ ബിന്ന് കണ്ടിട്ട് അതാണ് ഓൾറെഡി ഒരു ടിക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഡെസ്ക്ടോപ്പിൽ കാണിക്കുന്നത്. ഇനി ഇവിടെ മൈ കമ്പ്യൂട്ടറിൻ്റെ ക്ലിക്ക് കൊടുക്കുക. അതേപോലെ യൂസർ ഇത് ക്ലിക്ക് ചെയ്യുക, നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പാനലോട് അതും ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അപ്ലൈ ഓക്കി കൊടുത്തു കഴിഞ്ഞെങ്കിൽ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കണ്ട ഇതെല്ലാം വന്നില്ലേ. ഇനി എന്താക്കണം പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഇതിൻ്റെയും, അതായത് വിൻഡോസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ സൗണ്ട് ഉണ്ടാവില്ല നമ്മളെ സിസ്റ്റത്തിൽ, പിന്നെ ഇത് ഡിസ്പ്ലേ ക്ലിയർ ഉണ്ടാവില്ല. ഒരു വീഡിയോസെല്ലാം കാണുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇത് വരും. അപ്പോൾ അതെല്ലാം ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡ്രൈവർ ചെയ്യണം. അതായത് ഈ ലാപ്ടോപ്പിൻ്റെ മോഡൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡ്രൈവർ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും. അവർ സൈറ്റിൽ നിന്ന് തന്നെ, HP-ൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ അടിച്ചു കൊടുത്തെങ്കിൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ നെറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ഫോർ വിൻഡോസ് എന്ന് അടിക്കാം. അപ്ഡേറ്റ് ഇത് ചെക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ അപ്ഡേഷൻ്റെ ഓപ്ഷൻ വരും. ഇവിടെ ചെക്ക് ഫോർ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട. നെറ്റ് കണക്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ എല്ലാ ഡ്രൈവേഴ്സും ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഇൻസ്റ്റാൾ ആയിക്കോളും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്യാം. ഇപ്പം വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ബാക്കിയുള്ള ടൈമും എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായില്ല എല്ലാവർക്കും വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വിധം മനസ്സിലായി എന്ന് തോന്നുന്നു. വളരെ ഈസിയാണ്. ഇപ്പം വരുന്ന ലാപ്ടോപ്പിൻ്റെ അകത്തെല്ലാം SSD ഉള്ളത് കാരണം വളരെ സ്പീഡായിട്ട് ഇൻസ്റ്റലേഷനും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റലേഷനുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.